ഹലോ, അപ്പോൾ പാർട്ട് 3 ആണ്. ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല അത്യാവശ്യം നന്നായിട്ട് ലേറ്റായി. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് അക്വേറിയം കണ്ടതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോയിട്ടുള്ളത് പിന്നെ അവിടെ വേറൊരു സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നതിന് സൈഡിലായിട്ട് തന്നെ നമ്മൾ ഒരു ടോയ് ട്രെയിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് കാട് മൊത്തം ഏകദേശം ചുറ്റിക്കാണാമെന്നുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ നമ്മൾ പോയിരുന്ന സമയത്ത് അത് മഴ കാരണമാണെന്ന് തോന്നുന്നുണ്ട്, ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്കതിൽ കയറാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അതിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിക്കായിട്ട് ഈ സാറിൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മളത് കാണാനായിട്ട് അതിൻ്റെ അടുത്തോട്ട് തന്നെ പോയി. അവിടെ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് കണ്ടു. അവിടെ ഇങ്ങനെ സാറിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ എന്താ പറയുക, ഓരോ മീൻസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ബോർഡിലായിട്ട് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ. അങ്ങനെ നമ്മളതൊക്കെ വായിച്ചു. അവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു തന്നു. പിന്നെ അവിടെ ഹിന്ദിയിൽ ഒരുപാട് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ അവൻ വായിച്ചിട്ട് പറഞ്ഞു തന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ആ പ്രതിമയുടെ അടുത്ത് നിന്ന് നമ്മൾ പോയി. പിന്നെ നമ്മൾ പോകുന്നത് ഈ ടോയ് ട്രെയിനിലോട്ടാണ്. ട്രെയിനിൽ കയറാനുള്ള ഓപ്ഷൻ ഇല്ല ഇപ്പം. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് എന്താ പറയുക, പോകുന്ന വഴിയും ആ ഒരു ട്രാക്ക് കാണാൻ തന്നെ ഒരു രസമാണ്. ഞാനിതുപോലൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമൊക്കെ തോന്നി. അങ്ങനെ നമ്മളതൊക്കെ നോക്കി. ഇതാണ് ആ ഒരു ചെറിയൊരു സ്റ്റേഷൻ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. 2-3 സ്റ്റേഷനായിട്ടൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. നമ്മൾ അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളവിടെ നിർത്തിച്ചു. പിന്നെ അവിടെ ഈ ചെറിയ അട്ടയില്ല, അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ അധികം നിലത്ത് വെച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ആ ട്രാക്കിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു കുഞ്ഞുങ്ങളെയും കൊണ്ട്. പിന്നെ നമ്മൾ അവിടെ നേരെ പോകുന്നത് വേറൊരു സ്ഥലത്തോട്ടാണ്. ആ സ്ഥലത്തോട്ട് എത്തണമെങ്കിൽ കുറച്ച് നടക്കാന്നുള്ളത് വലിയ ടാസ്ക്കാണ്. കാരണം ഈ എന്താ പറയുക, ഭയങ്കര ചെറിയ ചെറിയ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും സാരമില്ല, ഇത് കാണാനുള്ളൊരു ആകാംക്ഷ കൊണ്ടിട്ട് ഞങ്ങൾ വേഗം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇത് കാണാനായിട്ട് വന്നവർ. പിന്നെ മെയിനായിട്ട് എടുത്തു പറയാൻ അവിടുത്തെ കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കാടാണ്. എനിക്കെന്തോ വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം ഒരുപാട് ആളുണ്ടായിട്ടും അവിടെ ഭയങ്കര സ്ഥലം ഉണ്ടായിരുന്നു. കാടിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, ഭയങ്കര രസമായിരുന്നു. കാരണം ഒരു വെയിലൊന്നും അധികമില്ലായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര നമുക്ക് നടക്കാനൊക്കെ കല്ലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ട്. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ നടപ്പാതെ ഉണ്ട്. ബാക്കി കുറച്ചുകൂടെ വീഡിയോസ് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതുവരെക്കും ബൈ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, കാണുന്നവർ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. അപ്പോൾ ബൈ.